വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പോയിച്ചേ അപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും ഈ കാട്ടിക്കടൊക്കെ വരുന്ന കാണുമ്പം അവിടുന്ന് കപ്ലങ്ങയൊക്കെ പറിച്ച് സെറ്റായിട്ട് വരുവാണ്. ഒരിക്കലും അല്ല, അത് വിശ്വസിക്കേ വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ കപ്ലങ്ങയൊക്കെ വീടുകളിൽ കിട്ടുന്നത് ഉണ്ടാവുമായിരിക്കും, പക്ഷെ കുറവാണ്. ഇത് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. ഒരു കപ്ലങ്ങ എത്ര രൂപയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 36 രൂപയായിക്കാണ് നാട്ടില്. അപ്പം ഒരെണ്ണം ഞങ്ങൾ ഇന്നലെ പുറത്തു പോയ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട് കപ്ലങ്ങ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇന്ന് കപ്ലങ്ങ തോരൻ വെക്കാം. കപ്ലങ്ങ എന്നാണ് അവിടെ ഇടുക്കിയിൽ പറയാ. പപ്പായ, ഓമയ്ക്ക, കർമൂസ്. നിങ്ങൾ ഏത് നാട്ടിലിരുന്നാണ് വീഡിയോ കാണുന്നത്, അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എന്തായാലും ഇത് ചെത്തി എടുക്കാന്ന് വിചാരിച്ചു. പുറത്തിരുന്ന് ചെയ്യാന്ന് വിചാരിച്ചു, ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, നാട്ടിലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടില് കപ്ലങ്ങ ഉള്ള സമയത്ത് ഇതിനൊന്നും ഒരു വിലയില്ല കേട്ടോ. ഇവിടെയൊക്കെ വന്നപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാകുന്നത്. കാരണം കഴിക്കാനായിട്ട് അത്രയും കൊതി കാരണമായി. ദൈവമേ, പഴുത്തോ? എനിക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് കൂടെ ക്രിമികടിയുണ്ട്. ഞാൻ അവിടെ നിന്ന് കയറി പോന്നു കേട്ടോ. കാരണം വെയിൽ ഭയങ്കര ചൂട്. ഈ ഒരു സൈഡ് ഇച്ചിരി പഴുത്തൊക്കെ ഉണ്ട്. ദൈവമേ, പഴുത്തതാണ്. അല്ല, പഴുത്താലും കുഴപ്പമില്ല, ഞാൻ കറി വെക്കും. ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട്, എന്നാലും എനിക്ക് സാറില്ല. നമുക്ക് കൊത്തി അരിയാം കേട്ടോ, പക്ഷെ കയ്യറിയില്ല. എനിക്ക് കൊത്തി അരിഞ്ഞ് കറി വെക്കുന്ന ഇഷ്ടം കേട്ടോ, ഭയങ്കരമായിട്ട്. റെഡിയാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതെ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറ്റൽമുളകാണ് ചേർക്കുന്നത്. അത് കടുക് താളിക്കുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ കുറച്ച് ജീരകം, ഇച്ചിരി ജീരകം ചേർത്തു. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഉള്ളത് വേണ്ട നമ്മുടെ സബോള ആയാലും ചെറിയ ഉള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ചേർക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇടിക്കുക. ഇത് കല്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒതുക്കി എടുത്താൽ മതി, അരകല്ലിലാണെങ്കിൽ. ഇതിപ്പോൾ കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടികല്ലിനകത്ത് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ ആരംഭിക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തു. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. അങ്ങോട്ട് പൊട്ട് കടുകേ. അത് ശരി, പൊട്ടത്തില്ല. കടുക് പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം.
ഇത് ചേർത്തിട്ട് നമുക്ക് അരപ്പം കൂടെ ചേർത്ത് വിടണം കേട്ടോ. ഇനി നമുക്ക് ഇതേ പപ്പായ ഇട്ട് കൊടുക്കാം. നമ്മുടെ മെയിൻ സാധനം ഇട്ടില്ല, ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ തട്ടിപ്പൊത്തി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അത് നേരം മൂടി വയ്ക്കാം കേട്ടോ, ഇന്ന് വേവട്ടെ. നമ്മുടെ കറി ഒന്ന് ഇളക്കാം. വെന്തിട്ടുണ്ട്. ഇത്ര മതിയാവും കേട്ടോ. കപ്പങ്ങ ഒരുപാട് വേവിക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇത്ര മതിയാവും. ഓക്കെ. അല്ലെങ്കിൽ കുഴഞ്ഞിരിക്കും. എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. കടിക്കാൻ കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം ഇത്രേ ഉള്ളായിരുന്നു ഇത് തോരൻ. എന്താ പറയാ, കപ്പളങ്ങ തോരൻ. എന്താണ്? അപ്പൊ കപ്പളങ്ങ തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട, അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇച്ചിരി എടുത്ത് നോക്കട്ടെ, എനിക്ക് ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 5-6 വർഷങ്ങളായിട്ടുണ്ടാവും ഈ കപ്പളങ്ങാത്തോരൻ കഴിച്ചിട്ട്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ കഴിച്ചു നോടെ. ഓഹോ, സൂപ്പർ ടേസ്റ്റ്. ടേസ്റ്റാണ്, ഞാൻ കഴിച്ചോണ്ടിരിക്കുക. അപ്പം പപ്പായ കിട്ടണം, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ, സീ യു.